അങ്കമാലിക്ക് ശേഷം ശരത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ അല്ലെങ്കിൽ ഏറ്റവും ഇന്റൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഓട്ടോ ശങ്കറായിരുന്നു. അതൊരു OTT റിലീസായിരുന്നു. കുറച്ചുകൂടെ OTTക്ക് പറ്റിയൊരു വ്യക്തിയാണ് ശരത്ത് എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു തിയേറ്റർ വ്യക്തി തന്നെയാണോ? ഒരുപക്ഷെ OTTയിൽ ആദ്യം അഭിനയിച്ച ഞാനായിരിക്കും. ആയിരിക്കും. മലയാളത്തിൽ മലയാളത്തിൽ നിന്ന് ഒരു സെൻട്രൽ ക്യാരക്ടറാണ്. പക്ഷെ അത് എത്രത്തോളം ഇവിടെ സംസാരമായെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അതിന്റെ ലാംഗ്വേജ് തമിഴ് ആയതുകൊണ്ട് തന്നെ അവിടെ അത് വലിയ ചർച്ചയാവുകയും അത് വലിയ രീതിയിലേക്ക് ആൾക്കാരിലേക്ക് എത്തുകയും ചെയ്തു. ഓട്ടോ ശങ്കറിൽ നിന്ന് ഒരു കോൾ വരുന്ന സമയത്ത് എനിക്ക് എന്താണ് വെബ് സീരീസ് എന്ന് അറിയില്ലായിരുന്നു. ശരി. എനിക്കറിയില്ല വെബ് സീരീസാ സീരിയലാണോ ഇനി എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെയാണ് എനിക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതിന് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്, ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ഓഡിയൻസ് ഇതിന്റെ പുറകിലുണ്ട്, ഇത്തരം സാധ്യതകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ അതിന് വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്തത്. പക്ഷെ എന്നാലും എനിക്ക് ഇപ്പൊ വെബ് സീരീസിൽ അഭിനയിച്ചാലോ സിനിമയിൽ അഭിനയിക്കുന്നതിലും എനിക്ക് എന്റെ പേഴ്സണൽ എനിക്ക് ഏറ്റവും ഇഷ്ടം സിനിമ തന്നെയാണ്. തിയേറ്ററിൽ അംഗീകരിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ്. കാര്യം ഞാൻ ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്ത് കയ്യടി വാങ്ങുന്ന ആളാണ് ഞാൻ. അപ്പൊ അത് കയ്യടി ആവുമ്പോ അത് ലൈവ് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് അതും അടിപൊളിയാ. പിന്നെ രണ്ടും വേണം. കുറച്ച് സ്നേഹം കൂടുതൽ കയ്യടിയോടാണ്. ഇല്ല, എവിടെ പതറിപ്പോവാൻ, അങ്ങനെ പതറിപ്പോവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പൊ ആ കൂവല് കിട്ടുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ അടുത്ത പരിപാടി കുറച്ചും കൂടെ കയ്യടി മേടിക്കാൻ വേണ്ടി, എന്താ വെച്ചാൽ കയ്യടി വാങ്ങാൻ വേണ്ടിയിട്ട് അഭിനയിക്കരുത്. അയ്യോ, അത് ക്യാരക്ടറിൽ നിന്ന് പുറത്തു പോയിട്ട് ആസ് എ പേഴ്സൺ ആവും. അതുകൊണ്ട് അങ്ങനെ നിൽക്കണ്ട. നമ്മൾ നമ്മുടെ സ്പേസിൽ നിന്നിട്ട് അതൊക്കെ ഓഡിയൻസ് ഏത് സെൻസിലാണ് ഇത് എടുക്കുന്നതനുസരിച്ചിരിക്കും. ഇപ്പം നല്ല കഥാപാത്രങ്ങളെ കുറിച്ച് പറഞ്ഞു, പെർഫോമൻസുകളെ കുറിച്ച് പറഞ്ഞു. പക്ഷെ അൾട്ടിമേറ്റ്ലി സിനിമ ഒരു ബിസിനസ്സാണ്. സിനിമ വിറ്റുപോണ സിനിമയ്ക്കാണ് ഡിമാൻഡ്, വിറ്റുപോകുന്ന ആക്ടേഴ്സിനാണ് ഡിമാൻഡ്. അത്തരമൊരു ബിസിനസ് ആംഗിളിൽ സിനിമ സീരിയസ് ആയിട്ട് ചിന്തിക്കാറുണ്ടോ? ബിസിനസ് ആംഗിള് ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ആവശ്യമുണ്ട്. അയ്യോ സത്യം, മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. മുൻപ് അത് ചിന്തിക്കില്ലല്ലോ. നമുക്ക് വരുന്ന കഥാപാത്രം എത്രത്തോളം ഭംഗിയായി അവതരിപ്പിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു. പക്ഷെ ഇപ്പം ആ സിനിമ അതിന്റെ നമുക്ക് അടുത്ത സിനിമയിലേക്ക് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഫണ്ടാണ്, പൈസയാണ്, പ്രൊഡക്ഷനാണ്. ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ മാർക്കറ്റിൽ അത് ആൾക്കാരിലേക്ക് എത്തണം, അത് വിജയിക്കണം. അത് വിജയിക്കുന്നതിനപ്പുറം അതിനെ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് റിട്ടേൺ കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള വശങ്ങളും കൂടി ഇപ്പൊ നിലവിൽ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് ഇരിക്കുന്നു. എന്നാൽ മാത്രമേ അവർക്ക് ഗ്രോത്ത് ഉണ്ടാവൂ.